ഹലോ എവ്രി വൺ. ക്രിസ്മസ് ദേ ഇപ്പം എത്താറായി. അപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ബോ തന്നെ ഉണ്ടാക്കാം അല്ലേ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെതർ ഷീറ്റാണ്. നല്ല ചങ്കി ലെതർ ഷീറ്റ്. എന്നാൽ പൊടിഞ്ഞു പോവുക അങ്ങനെ അതിൻ്റെ ഗ്ലിറ്ററിങ് ഒന്നും പോവില്ല. അതുപോലെ നല്ല ഭംഗിയുള്ള ചാംസ് കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസ് ചാംസാണ്. കുറച്ച് റേറ്റുള്ള ചാംസാണ് കേട്ടോ. ചാംസ് അവൈലബിൾ ആണ്. അതുപോലെ ലെതർ ഷീറ്റ്സും അവൈലബിൾ ആണ്. ഇനി ബോയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതും അവൈലബിൾ ആണ്. എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവരെല്ലാവരും മെസ്സേജ് അയക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചാംസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ചാംസ് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചാംസ് കൊടുക്കാം കേട്ടോ. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ലെതർ ഷീറ്റ് കയ്യിലില്ല എങ്കിൽ നമുക്കിത് ഫോം ഷീറ്റിനും യൂസ് ചെയ്യാം. ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഫോം ഷീറ്റ് നമുക്ക് ഷോപ്സിലൊക്കെ കിട്ടും. അപ്പോൾ അതിലും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ലെതർ ഷീറ്റ്സും അവൈലബിൾ ആണ്. ലെതർ ഷീറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ നിൽക്കും. ഒരു എത്ര വർഷം വേണമെങ്കിലും ഇത് ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും. പക്ഷേ നമ്മുടെ ഫോം ഷീറ്റ് ആണെങ്കിൽ അതിന് റേറ്റ് വളരെ കുറവാണ്. 20 രൂപയ്ക്കും അതുപോലെ 15 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ അത് അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വൺ ടൈം യൂസ് അല്ല, കുറച്ച് കാലം യൂസ് ചെയ്യാം നല്ലപോലെ നോക്കുവാണെങ്കിൽ. ഇതാവുമ്പോൾ ഒട്ടും കേടുവരില്ല കേട്ടോ. നല്ല ലെതർ ഷീറ്റാണ്. ഇത് ഞാൻ സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഷേപ്സിലൊക്കെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വൈറ്റ്, റെഡ്, ബ്ലാക്ക് ഞാൻ ഈ ക്രിസ്മസ് പപ്പയുടെയൊക്കെ ഇങ്ങനെ ബെൽറ്റ് കണ്ടിട്ടില്ലേ, ബ്ലാക്ക് ബെൽറ്റ്, അതുപോലൊരു ബെൽറ്റ് പോലെയാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 7000 ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം. അല്ലെങ്കിൽ നമുക്ക് B7000 അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്തു. ഇനി സെൻറ്ററിൽ നമുക്ക് ഇതാണ് ചാംസ് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചാംസാണോ വെക്കണമെന്ന് വെച്ചാൽ അത് വയ്ക്കാം. ഞാനപ്പോൾ ഒരു ക്രിസ്മസ് സ്നോ ചാംസ് ആണ് വെച്ചത് അതിൻ്റെ സെൻറ്ററിൽ കേട്ടോ. ഇനി അവിടെ സെൻറ്ററിൽ ഇപ്പോൾ ചാംസ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ സെൻറ്ററിലൊരു നമ്മുടെ ലെതർ ഷീറ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലത്തെ പോ കിട്ടും. അപ്പോൾ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലോ നൈലോൺ ബാൻഡിലോ ഇതിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കുറച്ച് ലെതർ ഷീറ്റ്സാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്. ഈ ലെതർ ഷീറ്റ്സൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ ഈ ലെതർ ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലിപ്സൊക്കെ ഉണ്ടാക്കി എന്ത് ഭംഗിയായിരിക്കും. തലയിൽ വെച്ച് കാണുമ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ തലയിൽ വെച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ് ബ്രിയോണ ബോ സ്റ്റോറീസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്. അത് ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരാം.